ജീപ്പിന്റെ ഗ്രാൻഡ് ചെറോക്കി, അത് ഡോഡ്ജ്, റാം, ചലഞ്ചർ, ചാർജർ ഇങ്ങനെയുള്ളതൊക്കെ വരുന്ന വണ്ടികളിൽ ഇറങ്ങിയിരുന്നൊരു മോഡൽ എഞ്ചിനാണ് കേട്ടോ ഹെമി എന്ന് പറയുന്ന ടൈപ്പ് എഞ്ചിന്. ഇതിപ്പോഴല്ല, ഇതിന് ശേഷം അപ്ഡേറ്റ് മോഡലുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര വണ്ടികൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം കേട്ടോ. അതായത് എൻ്റെ കയ്യിലുള്ള ഇതാകണേ MDS എന്ന് പറയുന്ന ഒരു സെൻസറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം കംപ്ലൈൻറ്റ് ആകുന്ന സമയത്ത് വണ്ടിക്ക് മിസ് ഫയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വണ്ടിക്ക് കുറച്ചിട്ട് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു 8 സിലിണ്ടർ V8 വണ്ടിയാണ്. അപ്പോൾ ഇതിൽ സാധാരണ ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കംപ്ലൈൻറ്റ് ഉള്ളൊരു സാധനമാണ്. ഇതാണ് നമ്മളെ MDS എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇങ്ങനെ 4 എണ്ണമാണ് നമ്മളെ V8 വണ്ടിക്ക് വരുന്നത്. MDS അഥവാ മൾട്ടി ഡിസ്പ്ലേസ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ സംഭവം കൂടി ഉണ്ട്. ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഓണേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെക്നീഷ്യന്മാരുടെ ഇടയിൽ തന്നെ MDS പോയി അത് മാറ്റി കൊടുക്കുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ ഒരുപാട് അറിയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ സ്പീഡിൽ ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എക്കോണമി മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാണ്ട് ആക്സിലേറ്റർ കൊടുക്കാതെ ഉപയോഗിക്കാത്ത RPM വേരിയേഷൻ വരുത്താത്ത സമയത്ത് ഈ ഓട്ടോമാറ്റിക്കലി MDSൻ്റെ വർക്കിംഗ് ആക്ടിവേഷൻ ആവും. 8 സിലിണ്ടർ വരുന്ന വണ്ടിക്ക് 4 സിലിണ്ടറുകളെ, അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓരോ 180 ഡിഗ്രി റൊട്ടേഷനിലും 1ാമത്തെ 4ാമത്തെ 6ാമത്തെ 7ാമത്തെ സിലിണ്ടറുകളിലേക്കുള്ള ഫ്യൂവലിനെ കട്ടാക്കി കൊടുക്കും. അങ്ങനെ നമുക്കൊരു 20% മൈലേജ് കൂടുതലായിട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് സിസ്റ്റം. പക്ഷേ അതിനനുസരിച്ച് ലിഫ്റ്ററിലും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറഞ്ഞു പോകണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. MDSൻ്റെ സോളിനോയിഡ് സ്വിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ വർക്കിങ്ങിനൊക്കെ മാറ്റം വരും, വണ്ടിക്ക് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരും.